വനിതാ സംവരണ ബിൽ പാർലമെന്റിൽ പാസാക്കാൻ അനുവദിക്കാത്ത ഇന്ത്യ മുന്നണിയുടെ സ്ത്രീവിരുദ്ധ നിലപാടിനെതിരെ ഭാരതീയ മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് വനിതാ മാർച്ച് നടക്കുകയാണ്. ഗാന്ധി പാർക്കിലെ പൊതുസമ്മേളനം BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്യുന്നു. അതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകാം. BJP മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലിയാണ് ഇതുവഴി കടമാനുള്ള BJPയുടെ ശ്രമത്തെ ഒരുമിച്ച് മുന്നെതിർത്ത് തോൽപ്പിച്ച ഇടത് വലത് മുന്നണികളുടെ പാർക്കിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു വശത്ത് വനിതകളുടെ അവകാശങ്ങളെ കുറിച്ച് സംസാരിക്കുകയിലൂടെ ആദ്യമായി രാഷ്ട്രപതി പദത്തിലെത്തിച്ച BJPയുടെ സ്ത്രീപക്ഷ നിലപാടിന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഷേധ റാലിയിൽ പങ്കെടുക്കാൻ വന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഈ റാലി ഉദ്ഘാടനം ചെയ്യാൻ എനിക്ക് വളരെ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. കാരണം ഈ റാലിൻ്റെ ഒരു ലക്ഷ്യം വനിതാ സംവരണം ബില്ലിനെ അട്ടിമറിച്ച CPM കോൺഗ്രസ് കുറുവ സംഘം അവരെ എക്സ്പോസ് ചെയ്യാൻ ആണ് ഈ റാലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, 30 കൊല്ലം ആയി ഈ ഒരു അനീതി മാറ്റാൻ ഇന്ത്യ രാജ്യത്തിൻ്റെ വനിതകൾക്കൊരു രാഷ്ട്രീയ അവകാശം കൊടുക്കണം എന്ന് തീരുമാനിച്ചിട്ട് 30 കൊല്ലമായി. ഈ 30 കൊല്ലം ഇന്ത്യ ഭരിച്ചത്, ഈ 30 കൊല്ലത്തിൽ ഇന്ത്യ ഭരിച്ചത് 13 കൊല്ലം കോൺഗ്രസ് ആയിരുന്നു. BJP ഭരിക്കുന്ന സമയത്ത് ഈ ബില്ലിന്, ഈ മഹിളാ സംവരണം, വനിതാ സംവരണത്തിന് വേണ്ടി അടൽ ബിഹാരി വാജ്പേയി ആദ്യം അദ്ദേഹത്തിൻ്റെ ഒരു മൈനോറിറ്റി സർക്കാർ അതിന് ശ്രമിച്ചു. അത് കഴിഞ്ഞിട്ട് നരേന്ദ്രമോദിജി വന്നു കഴിഞ്ഞിട്ട് ഇതിന് ഒന്നല്ല രണ്ടല്ല എത്ര തവണ ചെയ്യാൻ അദ്ദേഹം ഈ ബില്ല് മുമ്പോട്ട് കൊണ്ടുവന്നു. ഇത് മാത്രമല്ല, ഇതിൻ്റെ ചരിത്രം നമ്മളെല്ലാവരും മനസ്സിലാക്കണം. കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് BJP ആണ് കോൺഗ്രസിനോട് പറഞ്ഞത്, ഈ ബില്ല് കൊണ്ടുവരൂ, ഞങ്ങൾ ഇതിനെ പാസ് ചെയ്യാൻ നിങ്ങൾക്ക് പിന്തുണ തരാൻ തയ്യാറാണെന്ന് BJP പറഞ്ഞതാണ് 2013. അതുകൊണ്ടാണ് രാജ്യസഭയിൽ ഈ ബില്ല് പാസ്സാക്കിയത്. BJP NDA പിന്തുണയാണ് പാസ്സാക്കിയത്. പക്ഷേ കോൺഗ്രസ് അത് ലോക്സഭയിൽ കൊണ്ടുപോയില്ല, അത് പാസ്സാക്കാൻ ശ്രമിച്ചില്ല. അപ്പോൾ ഒരു കാര്യം ക്ലിയറാണ്, ഞങ്ങൾ ഈ ഇലക്ഷന്റെ സമയത്ത് ഒരു കാര്യം പറഞ്ഞല്ലോ, ഈ രണ്ടുപേരും CPM കോൺഗ്രസ് രണ്ടല്ല ഒന്നാണ്. ശബരിമല കൊള്ളയിൽ ഒന്നാണ്, പീഡന രാഷ്ട്രീയത്തിൽ ഒന്നാണ്. ഇനി ഏറ്റവും വലിയ ഉദാഹരണം വനിതാ സംവരണത്തിന് അട്ടിമറിക്കാനും ഒന്നാണ്. ഇതാണ് സത്യം.
70 കൊല്ലായി ഇന്ത്യ ഇൻഡിപെൻഡൻസ് കിട്ടി. 70 കൊല്ലാൻ പോകുന്നു, 80 കൊല്ലാൻ പോകുന്നു. ഈ രണ്ട് പാർട്ടിയും, കോൺഗ്രസും CPM, എത്രയോ കൊല്ലം ജനങ്ങൾ അവസരം കൊടുത്ത് ഭരിച്ചത് രണ്ട് പാർട്ടികളാണ്. പക്ഷേ ഈ കാര്യം, വനിതാ സംവരണം, അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല, അവർ ചെയ്യാൻ ഒരു ശ്രമവും നടത്തിയില്ല എന്ന് ഇന്ന് കൃത്യമായ എല്ലാവരും മുമ്പിൽ ആ സത്യം തെളിവാകുന്നു. എന്തുകൊണ്ട് ഇവരിങ്ങനെ ഇലക്ഷന്റെ സമയത്തും ഇലക്ഷന്റെ മുമ്പ് വാഗ്ദാനങ്ങൾ കൊടുത്ത് ജനങ്ങളെ വഞ്ചിക്കുന്ന രാഷ്ട്രീയം ചെയ്യുന്ന രണ്ട് പാർട്ടികളാണ്. ഇലക്ഷന് മുമ്പ് ഇത് ചെയ്യും, അത് ചെയ്യും. അതിന്റെ മറ്റൊരു ഉദാഹരണം ഞാൻ പറയാം. ഗരീബി ഹട്ടാവോ എന്ന് പറഞ്ഞ് നടന്ന എത്രയോ കൊല്ലം ഭരിച്ച പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. എന്നിട്ട് നരേന്ദ്രമോദിജി വന്നിട്ടാണ് പാവപ്പെട്ട ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന എത്രയോ ഇന്ത്യക്കാർക്കും പദ്ധതികളും സ്കീംസ് കൊണ്ടുവന്നത് നരേന്ദ്രമോദി സർക്കാരാണ്. അപ്പൊ ഇവര് ഓരോന്ന് പറയും, ഇവരുടെ രാഷ്ട്രീയമാണ്. പറയും, വാഗ്ദാനം കൊടുക്കും, പക്ഷെ വാക്ക് പാലിക്കില്ല. കാരണം അവർക്ക് പ്രധാനപ്പെട്ട ഇഷ്യൂ എന്താണ്? അവരെ കുടുംബത്തിന്റെ വനിതകൾക്ക് പൊളിറ്റിക്കൽ പവർ വേണം. DMK ആണെങ്കിൽ DMKക്ക് വനിതാ സംവരണം വേണ്ട. DMKക്ക് വേണ്ടത് കണ്ണിമോളിക്ക് ഒരു വലിയ സീറ്റ് കൊടുക്കണം. കോൺഗ്രസ് ആണെങ്കിൽ സോണിയാഗാന്ധിക്ക് രാഷ്ട്രീയ പവർ വേണം, പ്രിയങ്ക ഗാന്ധിക്ക് വേണം. മറ്റു വേറെ ആര് വനിത വന്നാലും പോയാലും അവർക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാനോ ആലോചിക്കാനോ താല്പര്യമില്ല. ഇതാണ് അവരുടെ രാഷ്ട്രീയം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നീതി ഒരു MP ആണെങ്കിൽ, ഒരു രാഷ്ട്രീയ പാർട്ടി ആണെങ്കിൽ, അവരുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ നീതി നൽകാൻ. പാർലമെന്റിൽ ഇരിക്കുന്ന MP-മാരുടെ കടമയാണ് അവിടെ ഒരു ബില്ല് വന്ന് ഒരു അനീതിനെ അത് കറക്റ്റ് ചെയ്യാൻ. വനിതാ സംവരണ ബിൽ പാർലമെന്റിൽ പാസാക്കാൻ അനുവദിക്കാത്ത ഇന്ത്യ മുന്നണിയുടെ സ്ത്രീവിരുദ്ധ നിലപാടിനെതിരെ ഭാരതീയ മഹിളാ മോർച്ച ഇപ്പോൾ ഗാന്ധി പാർക്കിലെ പൊതുസമ്മേളനം BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്.